സമരം ഇത് വലിയൊരു സമരമായി ഒരു മാലയിൽ കോർത്ത പൂക്കളെ പോലെ, ഒരു അമ്മപെട്ട മക്കളെ പോലെ, അല്ലെങ്കിൽ ഒരു മാലയിൽ കോർത്ത മുത്തുമണികളെ പോലെ 1000 പേര് വന്നുകൂടുന്ന വലിയൊരു സമരമായിട്ട് ഇത് മാറട്ടെ. ഈ വലിയ സമരത്തില് ഈ സമരഭടന്മാരെ തളയ്ക്കാമെന്നോ അകത്താക്കാമെന്നോ ഒരു ഭരണകൂടം വിചാരിക്കേണ്ട. ഇത് ജനങ്ങളുടെ പ്രശ്നമാണ്. ജനങ്ങൾ ഒറ്റക്കെട്ടായി ഇവിടുത്തെ ക്രിസ്ത്യാനികളും ഹിന്ദുക്കളും മുസ്ലിങ്ങളും ഇവിടുത്തെ പാഴ്സികളും അതുപോലെ ഇവിടുത്തെ പറയണം പൊലിയനും നാടിയാനും ഉള്ളാനും ആശാരി മൂസാരി കൊല്ലനും തട്ടാനും ജാതി മത ഭേദമെന്ന്, രാഷ്ട്രീയ ഭേദമെന്ന്, അതുപോലെ വർഗീയ ഭേദമെന്ന് ഇവിടെ ഒന്നിച്ചു നിൽക്കുന്ന ഒരു സമരമുറക്കാണ് ഇവിടെ തിരികൊളുത്തിയിരിക്കുന്നത്. ജീവൻ എന്ന് പറയുമ്പോ മനുഷ്യരുടെ ജീവൻ മാത്രമല്ല, ഭൂമിയിലെ സകല ജാതി ജീവജാലങ്ങൾക്കും സംരക്ഷണം കൊടുക്കേണ്ട ഭൂമിയെ നമ്മൾ തന്നെ വികസനത്തിന്റെ പേര് പറഞ്ഞല്ലെങ്കിൽ ദാർഷ്ട്യത്തിന്റെ ഭാഗമായിട്ട് നമ്മൾ ആ ഭൂമിയെ മാറ്റിത്തിരിച്ചിരിക്കുകയാണ്. ഞാനൊരു ഉദാഹരണം മാത്രം പറയാനാണ് ഉദ്ദേശിക്കുന്നത്. ഇപ്പൊ നമ്മുടെ ഭരണകൂടങ്ങൾ ഏത് പാർട്ടിയോ ഏത് പ്രസ്ഥാനങ്ങളോ ആരും ഭരിക്കട്ടെ, ആ ഭരണകൂടത്തിന്റെ ധാർമ്മികമായ കടപ്പാട് എന്ന് പറയുന്നത് മാനുഷിക പരിഗണനയാണ്. ആന ചവിട്ടിക്കൊന്നാൽ ആനയെ സംരക്ഷിക്കണം എന്ന് പറയുകയും ആനയെ വെടിവെച്ച് കൊല്ലുന്നവനെ പിടിച്ചകത്തിടുന്ന ഒരു തലതിരിഞ്ഞ മനഃശാസ്ത്രത്തിന്റെ വക്താക്കളാണ് ഇന്ന് ഇന്ത്യ അല്ലെങ്കിൽ നമ്മുടെ നാട് ഭരിക്കുന്നത് എന്ന് കൂട്ടിക്കും. പ്രധാനപ്പെട്ട നമ്മൾ കൊടുക്കുന്നത് മാനുഷിക പരിഗണനയാണ്. ആ മാനുഷിക പരിഗണന കൊടുക്കണമെങ്കിൽ മനുഷ്യരെ സ്നേഹിക്കുന്ന, ജീവനെ സ്നേഹിക്കുന്ന, സമൂഹത്തെ സേവിക്കുന്ന, സമൂഹത്തോട് പ്രതിബദ്ധതയുള്ള ഒരു ഭരണാധികാരി അല്ലെങ്കിൽ ഭരണകൂടം ഇന്ത്യ രാജ്യത്തിന് ആവശ്യമാണ്. അതുകൊണ്ടാണ് നമ്മൾ ഈ ദുരിതം അനുഭവിക്കുന്നത്. ഇപ്പൊ നമുക്കറിയാം, വയനാട് നടന്ന ഉരുളുപൊട്ടിൽ അവിടെ ചർച്ചാ വിഷയം എന്ന് പറഞ്ഞാൽ ഏക്കർ കണക്കിന് സ്ഥലങ്ങളില് കരിങ്കൽ കോറികള്, അതുകൂടാതെ റിസോർട്ടുകളൊക്കെ പണിതുയർത്തുക പരിസ്ഥിതി ലോല പ്രദേശമാണെന്നാണ് പറയുന്നത്. പരിസ്ഥിതി പ്രവർത്തകർ അങ്ങനെ പറയുന്നു, അതുപോലെ പഠനം നടത്തി അങ്ങനെ പറയുന്നു. അങ്ങനെ പറയുന്ന സ്ഥലത്ത് അതിന് അനുവാദം കൊടുത്തിരിക്കുന്നത് ഇവിടുത്തെ ഭരണസമിതിക്കാരാണ്. അതാരുമായിക്കൊണ്ട് ഭരണപക്ഷം പ്രതിപക്ഷം ഒക്കെ ഉൾപ്പെട്ട ആളുകളാണ്. അതിന് എന്താ പറയുന്ന കോർപ്പറേറ്റുകളുടെ കയ്യിൽ നിന്ന്, അല്ലെങ്കിൽ സമ്പന്നരുടെ കയ്യിൽ നിന്ന്, അല്ലെങ്കിൽ റിസോർട്ട് ഉടമകളുടെ കയ്യിൽ നിന്ന്, പാറമറലോബികളുടെ കയ്യിൽ നിന്ന് അച്ചാരം വാങ്ങിച്ചിട്ട് അതിന് അനുവാദം കൊടുക്കുമ്പോ പ്രിയപ്പെട്ടവരെ, നിങ്ങൾ ഈ നാടിനെ ഈ ജനത്തെ ഒറ്റിക്കൊടുക്കുകയാണ് ചെയ്യുന്നത്. ഞാൻ അതുകൊണ്ടാണ് നിങ്ങൾ ശ്രദ്ധയിൽപ്പെടുത്തുന്നത്. ഒരു കാരണവശാലും വോട്ട് ചെയ്ത് നിങ്ങൾ അധികാരത്തിലെത്തുന്ന ജനങ്ങളോട് ഒരു കടപ്പാട്, ഒരു പ്രതിബദ്ധത നിങ്ങൾക്കുണ്ടാകണം. നിങ്ങളെ ജയിപ്പിച്ചു കൊടുക്കുന്നത് നിങ്ങൾ സൂക്ഷിച്ച് ജീവിക്കാൻ വേണ്ടിയിട്ടല്ല, ഞങ്ങളുടെ വോട്ടർമാരുടെ പ്രശ്നങ്ങൾ പരിഹരിക്കാൻ വേണ്ടിയിട്ടാണ്. അത് ഓർമ്മ വേണം, അതിനുള്ള കഴിവുണ്ടാവണം, ആർജവം ഉണ്ടാവണം. അത് ഞങ്ങൾ പറയുന്നുള്ളൂ. ഇപ്പൊ എനിക്കൊരു കാര്യം പറയാനുള്ളത്, ഇപ്പൊ ഈ കല്ലാർ, അതായത് അടിമാലി കല്ലാർ എന്ന് പറയുന്ന സ്ഥലത്ത് കല്ലാർ ഉണ്ണിക്കുഴി എന്ന് പറയുന്ന ഒരു ദേശീയപാത എന്ന് പറയുന്നത് കേന്ദ്ര സർക്കാരിന്റെ ഒരു ഫണ്ടാണ്. അത് ഗ്രാമവികസന പാതയാണ്. ആ ഗ്രാമവികസന പാത അനുവദിച്ചു കിടക്കുന്ന സാഹചര്യത്തില് അപ്പോഴാണ് ആ സ്ഥലത്ത് നിന്നൊരു സ്ത്രീ, ഒരു പെണ്ണ്, അതൊരു സാമൂഹ്യ പ്രവർത്തകരെ ഞങ്ങളെ വിളിച്ചിട്ട് പറഞ്ഞു, ഒരു പ്രശ്നമുണ്ട്, ഇവിടെ ഇങ്ങനെ ഒരു ദേശീയപാത വരുന്നുണ്ട്, ഒരു ഗ്രാമവികസന പാത വരുന്നുണ്ട്. ആ ഗ്രാമവികസന പാത ഗതിമാറ്റി വഴിമാറ്റിപ്പെട്ടിരിക്കുകയാണ്. ആ ഗ്രാമവികസന പാത എന്ന് പറയുന്ന പട്ടിണി പാവങ്ങളുടെ ഗ്രാമങ്ങളിലൂടെ കടന്നു പോകുമ്പോ ആ പട്ടിണി പാവങ്ങളുടെ ജീവിത നിലവാരം ഉയരുന്ന ഒരു സാഹചര്യം ഉണ്ടാകുമെന്നുള്ളത് കൊണ്ട് ആ പട്ടിണി പാവങ്ങളുടെ വീടിന്റെ പരിസരത്ത് കൂടെ വിടാതെ ഒരു കുത്തക കോർപ്പറേറ്റിന്റെ ഏലത്തോട്ടം വെട്ടിമുറിച്ചുകൊണ്ട് നടുവിലൂടെ കടന്നു പോകുന്ന ഒരു ദേശീയപാതയായിട്ട്, അല്ല ഒരു ഗ്രാമവികസന പാതയായിട്ട് നിന്ന് മാറിയിരിക്കുകയാണ്. ഞങ്ങളത് ചെന്ന് നോക്കി. ഒരു ഞായറാഴ്ച പോയത് അവിടെ വർക്ക് നടക്കുന്ന ചെങ്കുത്തായ മലമ്പ്രദേശത്ത്, ആ ചെങ്കുത്തായ മലയുടെ അടിയിൽ നിന്ന് മോളിൽ മലയുടെ മോൾ ഭാഗം കാണാൻ
റോഡിനകത്തിരിക്കുന്ന ആ മൺതിട്ടകൾ ഇടിച്ച് നിരത്തി അവിടെ റോഡ് പണിതിരിക്കുന്നു. 120-150 ഇഞ്ച് വണ്ണമുള്ള വൻമരങ്ങൾ വെട്ടിമുറിച്ചുകൊണ്ട് അവിടെ ഈ പാത പണിയാൻ അവകാശം കൊടുത്തത് ഞാൻ പറയുന്ന ഭരണപക്ഷവും പ്രതിപക്ഷവും കേന്ദ്രത്തിൽ ഇരിക്കുന്ന ആളുകളും കൂടി ഒറ്റക്കെട്ടായി കൈ കോർത്തുകൊണ്ട് സംഭരണങ്ങളുടെ കയ്യിൽ നിന്ന് അല്ലെങ്കിൽ കോർപ്പറേറ്റുകളുടെ കയ്യിൽ നിന്ന് കോടികൾ വാങ്ങിയിട്ട് അവരവിടെ അനുവാദം കൊടുത്തിരിക്കുന്നു. നാളെ ഒരു ദുരന്തം നടക്കാൻ പോകുന്നത് ചിലപ്പോൾ അവിടെയായിരിക്കും. അപ്പൊ ഞാൻ ഈ പാർട്ടികളെ കുറിച്ചൊന്നും പറയുന്നില്ല. ഒരു രാഷ്ട്രീയ പാർട്ടിയെ ഞാൻ കുറ്റം പറയാൻ ഉദ്ദേശിക്കുന്നില്ല. കാരണം ഇതൊരു രാഷ്ട്രീയ പ്രസംഗമല്ല, ഇതൊരു ജീവൻ മരണ പോരാട്ടത്തിന്റെ പ്രശ്നമാണ്. ഇപ്പൊ ഞാൻ പറയുന്നത് ഒരു മുല്ലപ്പെരിയാർ യാദൃശികമായി പൊട്ടിയാൽ ഇവിടെയുള്ള ആളുകൾ പറയുന്നത്, പലരും പറയുന്നത് അത് ഇടുക്കി ഡാം താങ്ങിക്കോളുമെന്ന് പറയും. അല്ലെങ്കിൽ പറയും മുല്ലപ്പെരിയാർ ഡാം വന്നു കഴിഞ്ഞാൽ അത് വെള്ളം ഒഴുകിയാണ് വരുന്നത്, അതുകൊണ്ട് പേടിക്കാനുള്ള അറബിക്കടലിൽ പൊക്കോളൂ. പക്ഷെ അതൊക്കെ നമ്മുടെ ഒരു മൂഢമായ വിശ്വാസമാണ്. ഇങ്ങനെയൊന്നുമല്ല മുല്ലപ്പെരിയാർ പൊട്ടിയാൽ. നമുക്കറിയാം, പണ്ട് പഠനം നടത്തിയവർ പറഞ്ഞത് മുല്ലപ്പെരിയാറിന്റെ അടിത്തട്ടിൽ 130 വർഷക്കാലത്തെ പഴക്കമുള്ള ഉറച്ച മണ്ണുണ്ട്. അതിന്റെ മുകളിൽ കുഴമ്പൻ മണ്ണുണ്ട്, ചെളിയുണ്ട്. അതിന്റെ മുകളിലെ വെള്ളമുള്ളൂ. അപ്പൊ വെള്ളത്തെക്കായും കൂടുതൽ ചെളിയാണ്, അഴുക്കാണ്, മണ്ണാണ്. ഒരു ജില്ല വരെ മൂടിക്കളയാനുള്ള മണ്ണ് ആ ഇടുക്കി മുല്ലപ്പെരിയാർ ഡാമിന്റെ അടിത്തട്ടിലുണ്ടെന്ന് നമ്മൾ ഓർക്കണം. അത് തന്നെയോ അവിടെ വെള്ളം കുത്തി ഒഴുകി ഇങ്ങനെ പയ്യ ഒഴുകി വരികയല്ല ചെയ്യുക. എങ്ങനെ വരിക? കുത്തിച്ചാടിയാണ് വരുന്നത്. വെള്ളം ഒഴുകിയല്ല വരുന്നത്, കുത്തിച്ചാടിയാണ് വരുന്നത്. വരുമ്പോ ആനയുണ്ടാവാം, അതുപോലെ ഒട്ടനവധി മൃഗങ്ങളുണ്ടാവാം, അതുപോലെ മനുഷ്യരുണ്ടാവാം, വൻമരങ്ങളുണ്ടാവാം, അതുപോലെ മലകളുണ്ടാകാം. ഇതൊക്കെ താണ്ടി ഇങ്ങനെ വരുമ്പോ പ്രിയമുള്ളവര് നമുക്ക് എവിടെ പോയി ഒളിക്കാൻ കഴിയും? ഇവിടെ നമ്മുടെ മുഖ്യമന്ത്രിയൊക്കെ പറയുന്നത് പോലെ ആശങ്കപ്പെടേണ്ട എന്നവർക്ക് സെക്രട്ടേറിയറ്റിൽ നിന്ന് പറയാം. കാരണം അവർക്ക് പ്രശ്നമല്ല. ഒരു പ്രശ്നമുണ്ടായി കഴിഞ്ഞാൽ സെക്രട്ടേറിയറ്റിലേക്ക് വെള്ളം ചെല്ലൂലെന്ന് അവർക്കറിയാം. അതുകൊണ്ട് അവർക്ക് പറയാം. 2014-15 ഉമ്മൻചാണ്ടി സർക്കാർ അധികാരത്തിൽ ഇരിക്കുമ്പോൾ ഇതിനൊരു സമരം നടത്തിയത്. ആ സമരത്തിന്റെ ഭാഗമായിട്ട് ഇപ്പൊ പൊട്ടും മുല്ലപ്പെരിയാർ എന്ന് പറഞ്ഞപ്പോ ഭീതിയോടുകൂടി നമ്മളെല്ലാവരും വീട്ടിൽ 12 മണിക്ക് വരെ TV വെച്ചുകൊണ്ട് കിടക്കേണ്ട ഗതികേടിലായിരുന്നു വന്ന്. കാരണം ഇപ്പൊ പൊട്ടുമെന്നാ പറയുന്നത്. എന്താ ചെയ്യാ? ഇങ്ങനെ പ്രചരണങ്ങൾ നടത്തിയ ആളുകൾ ഇപ്പൊ പറയുന്നു മുല്ലപ്പെരിയാർ പൊട്ടില്ല. അത് തന്നെയല്ല, മുല്ലപ്പെരിയാർ പൊട്ടുമെന്ന് പറഞ്ഞ് ആശങ്കപ്പെടുത്തിയാൽ, ജനങ്ങളെ ഭീതിപ്പെടുത്തിയാൽ കേസെടുക്കുമെന്ന് അവർ പ്രഖ്യാപിച്ചിരിക്കുക. ഞാൻ ചോദിക്കട്ടെ, എന്തിനാണ് ഇരട്ടത്താപ്പ്? ഞാനതാ ചോദിക്കുന്നത്. ഈ ജനങ്ങളോട് ഒരു കടപ്പാടില്ലേ, ഒരു ബാധ്യതയില്ലേ നമുക്കൊക്കെ? അതല്ലേ ഭരണസമിതിക്കാർ ഭരണകൂടത്തിന്റെ സ്വഭാവമല്ലേ? അതുകൊണ്ടാണ് ഞാൻ പറയുന്നത്, ഇന്ത്യ രാജ്യമെന്നല്ല, ഏത് സംസ്ഥാനമെന്നല്ല, ഏത് പഞ്ചായത്തെന്നല്ല, ആര് ഭരിച്ചാലും ഇച്ഛാശക്തിയുള്ള ഒരു ഭരണകൂടത്തിന് മാത്രമേ ജനങ്ങളുടെ പ്രശ്നങ്ങൾ, വികാരങ്ങൾ മനസ്സിലാക്കുകയുള്ളൂ. അതുകൊണ്ടാണ് ഞാൻ പറയുന്നത്. അപ്പൊ ഇപ്പൊ തന്നെ നമ്മളൊരു കാര്യമെടുത്തു. ഈ മുല്ലപ്പെരിയാർ പറ്റിയ പുഴയിലെ വെള്ളം നിറഞ്ഞ് കവിഞ്ഞു പോകുന്നത് എന്തുകൊണ്ട്? അവിടെ മണല് വന്ന്, ചെളി വന്ന്, മണ്ണ് വന്ന് മൂടിക്കിടക്കുക. എന്തെന്ന് ഓർക്കണം. ഈ പെരിയാറിലുള്ള മണല് വാരി ഇവിടെ ജീവിക്കുന്ന ഒട്ടനവധി പാവപ്പെട്ട ജനങ്ങളുണ്ട്. ആ മണല് വാരി എടുത്താൽ ഇവിടുത്തെ പാവപ്പെട്ടവന് 4 ലക്ഷം രൂപയ്ക്ക് വീട് കൊടുത്തിരിക്കുന്ന വീട്ടിലേക്ക് ആയിരക്കണക്കിന് രൂപ വരുന്ന ഈ പാറമണൽ മേടിച്ചു കൊടുക്കേണ്ടതില്ല. അത് അന്യായ വിലയ്ക്ക് പാറമണൽ മേടിക്കണ്ട. ചെറിയ വിലയ്ക്ക് ഈ മണൽ ഈ പാവപ്പെട്ടവന്റെ വീട് പണിയാൻ കൊടുക്കാം. അതിനുപരി ഈ മണൽ വാരുമ്പോ തദ്ദേശ സ്ഥാപനങ്ങൾക്ക് കോടിക്കണക്കിന് രൂപ വരുമാനം ഉണ്ടാക്കാം. അത് ആ നാടിന്റെ വികസനത്തിന് വേണ്ടി ഉപയോഗിക്കാം. എന്തുകൊണ്ടാ ഇവിടെ ഈ മണൽ വാരാൻ അനുവദിക്കാത്തത് എന്ന് ചോദിച്ചാൽ, പ്രിയമുള്ളവരെ, ഞാൻ രാഷ്ട്രീയമായിട്ട് പറയുകയില്ല. ഈ ഇടതുപക്ഷ സർക്കാർ ഇരിക്കുമ്പോൾ നടക്കില്ല. കാരണം ഞാൻ പറഞ്ഞു തരാം. ഈ കുത്തക കോർപ്പറേറ്റ് കരിങ്കൽ കോറിയുടെ ആളുകൾ എന്ന് പറയുന്നത്, അതിന്റെ നേതാവ് എന്ന് പറയുന്ന ആളുടെ പേര് കലഞ്ഞൂർ മധു എന്ന് പറയുന്ന വ്യക്തിയാ. ആരാ കലഞ്ഞൂർ മധു? ആ കലഞ്ഞൂർ മധു എന്ന് പറയുന്ന വ്യക്തി, അദ്ദേഹം കോടിക്കണക്കിന് രൂപ ഇലക്ഷൻ ഫണ്ടിലേക്ക് സംഭാവന ചെയ്യുന്ന ആളാണ് LDF. അതുകൊണ്ട് കലഞ്ഞൂർ മധു ഉള്ളിടത്തോളം കാലം, അദ്ദേഹത്തിന്റെ നേതൃത്വം വഹിക്കുന്നിടത്തോളം കാലം ഒരു കാരണവശാലും പുഴയിൽ നിന്ന് മണൽ മാറില്ല. പിന്നെ ഈ കലഞ്ഞൂർ മധു ആരാണ് എന്ന് മനസ്സിലാക്കുമ്പോഴാണ്, പ്രിയപ്പെട്ടവരെ, നമുക്ക് മനസ്സിലാക്കുന്നത് എന്തുകൊണ്ട് പുഴയിൽ നിന്ന് മണൽ വാരുന്നില്ല. ആ കലഞ്ഞൂർ മധു എന്ന് പറയുന്ന വ്യക്തി നമ്മുടെ കേരളത്തിന്റെ ധനമന്ത്രിയായ ബാലഗോപാലന്റെ സഹോദരനാണെന്ന് അറിയപ്പോഴാണ്, പ്രിയപ്പെട്ടവരെ, എന്തുകൊണ്ടാണ് മണൽ വാരാത്തത് നമുക്ക് മനസ്സിലാകുന്നത്. അങ്ങനെ അഴിമതിക്ക് വേണ്ടി, അങ്ങനെ കോടിക്കണക്കിന് രൂപ കെട്ടിപ്പിടിക്കുന്നതിന് വേണ്ടി ഇവിടുത്തെ പാവപ്പെട്ടവന്റെ ജീവനം വെച്ചുകൊണ്ട് കളിക്കുന്ന ഈ രാഷ്ട്രീയ പ്രസ്ഥാനത്തോട് ഇനി ഒരു ശക്തിയുള്ള സമരത്തിന് ഞങ്ങൾ തയ്യാറില്ല. അതുകൊണ്ട് ഈ സമരം ഇത് വലിയൊരു സമരമായി, ഒരു മാലയിൽ കോർത്ത പൂക്കളെ പോലെ, ഒരു അമ്മ പെറ്റ മക്കളെ പോലെ, അല്ലെങ്കിൽ ഒരു മാലയിൽ കോർത്ത മുത്തുമണികളെ പോലെ 1000 പേര് വന്നു
വലിയൊരു സമരമായിട്ട് ഇത് മാറട്ടെ. ഈ വലിയ സമരത്തില് ഈ സമരഭടന്മാരെ തളയ്ക്കാമെന്നോ അകത്താക്കാമെന്നോ ഒരു ഭരണകൂടം വിചാരിക്കേണ്ട. ഇത് ജനങ്ങളുടെ പ്രശ്നമാണ്. ജനങ്ങൾ ഒറ്റക്കെട്ടായി ഇവിടുത്തെ ക്രിസ്ത്യാനികളും ഹിന്ദുക്കളും മുസ്ലിങ്ങളും ഇവിടുത്തെ പാഴ്സികളും അതുപോലെ ഇവിടുത്തെ പറയണം പൊറിയനും നാടിയാനും ഉള്ളാനും ആശാരി പൂശാരി എല്ലാവരും തട്ടാനും ജാതി ഭേദമെന്ന് രാഷ്ട്രീയ ഭേദമെന്ന് അതുപോലെ വർഗീയ ഭേദമെന്ന് ഇവിടെ ഒന്നിച്ചു നിൽക്കുന്ന ഒരു സമരമുറക്കാണ് ഇവിടെ തിരികൊളുത്തിയിരിക്കുന്നത്. ഇതിന് എല്ലാവിധ ഭാവുകങ്ങളും നേർന്നുകൊണ്ട് ഞാൻ ചെറിയ വാക്കുകൾ അവസാനിപ്പിക്കുകയാണ്. സ്നേഹിക്കയില്ല ഞാൻ നോബുമാവിനെ സ്നേഹിക്കാത്ത ഒരു തത്വശാസ്ത്രത്തെയും വയലാറിന്റെ വരികളോട് അവസാനിപ്പിക്കട്ടെ. എന്നെ ശ്രമിച്ച എല്ലാവർക്കും ഒരിക്കൽ കൂടി ഹൃദയത്തിന്റെ ഭാഷയിൽ നന്ദി രേഖപ്പെടുത്തിക്കൊണ്ട് അവസാനിപ്പിക്കുന്നു. ജയ് ഹിന്ദ്.